അഭിയന്യരായ മതശ്രേഷ്ഠരായ ഈ ജാഥയുടെ നായകൻ ദിവ്യനായ കാന്തപുരം ഉസ്താദ് അവരുടെ ബഹുമാന്യരായ ഉപനായകൻ തങ്ങൾ അവരുടെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ബഹുമാനായ മിനിസ്റ്റർ വേദി നിറഞ്ഞ് നിൽക്കുകയാണ്. MLA-മാർ. ഞാൻ അതുകൊണ്ട് തന്നെ പേരെടുത്ത് സമയം വളരെ കുറവായ സന്ദർഭത്തിൽ സമയം വേസ്റ്റാക്കുന്നില്ല. അസ്സലാമു അലൈക്കും. എല്ലാ ജനങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മനുഷ്യർക്കൊപ്പം നമുക്ക് നല്ലപോലെ വിശ്വാസികൾക്കറിയാം, മനുഷ്യന് വേണ്ടി അള്ളാഹു ഇറക്കിയ പ്രവാചകന്മാരിലൂടെ ഇറക്കിയ മാർഗദർശനമാണ്. ഒരു സമൂഹത്തിനും ഒരു കാലത്തും ഒരു പ്രദേശത്തും അള്ളാഹു ദൈവം അത് കൊടുക്കാതിരുന്നിട്ടില്ല. സന്മാർഗം, ആ സന്മാർഗം അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഈ ദുനിയാവ്, ഈ ഭൂമി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സൃഷ്ടിച്ച ശേഷം അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രമേയം ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട്, ഈ ജാഥയുടെ വിഷയമായി എടുത്തുകൊണ്ട് അഭിമന്യനായ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഈ യാത്ര അതൊരു പ്രമേയമായി എടുക്കുന്നു. വിശാലമായ അർത്ഥമുള്ള, ഒരു മനുഷ്യൻ വിവരിക്കാനാവാത്ത അത്ര അർത്ഥങ്ങളുള്ള ഒരു പദമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള സന്ദേശം. എല്ലാ കാലഘട്ടവും ഒന്നല്ല, നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ജനങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട, ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുക. അത് തന്നെയാണ് മതത്തിന്റെ പ്രമേയം. സത്യത്തിൽ മതത്തിന്റെ അനുശാസനം സത്യവും നീതിയും സന്മാർഗവും നന്മയും ഉണ്ടാവട്ടെ എന്നാണ്. മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ പാവങ്ങൾക്കൊപ്പം, കഷ്ടപ്പെടുന്നവർക്കൊപ്പം, അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവരോടൊപ്പം, അതുപോലെ ആവശ്യമുള്ളവരോടൊപ്പം, അതൊക്കെ തന്നെയാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മത വിദ്യാഭ്യാസ രംഗത്ത് എന്നും സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ, ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളോടൊപ്പം ഭരണത്തിൽ ഇരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഓരോ തരത്തിൽ അഭേദ്യമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് ഇന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നല്ല പ്രവർത്തനങ്ങൾ തുടരാൻ ഇനിയും സാധിക്കട്ടെ എന്നും, ഈ സംഘടനക്ക് സാധിക്കട്ടെ എന്നും എല്ലാവിധ ആശംസകളും, അതിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശീർവാദങ്ങളും ഉണ്ടാവും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു.